കേരളത്തിലെ ഏറ്റവും ഒരു നൊട്ടോറിയസ് കോളേജ് എന്ന് പറയാവുന്ന ലെവലിലായിരുന്നു അന്ന് KKTM കോളേജ്. എഫെക്ഷൻ എത്രത്തോളം ഉണ്ട് അത്രത്തോളം നമുക്ക് കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ കംഫർട്ട് സോണുള്ള പ്രൊഫഷനാണ് ടീച്ചിങ്. അന്ന് എനിക്ക് ഇത്ര ഇമോഷണൽ മെച്യൂരിറ്റി ഒന്നുമില്ല. പൊളിറ്റിക്സിനെക്കായാലും അവരങ്ങനെയാണ്. ഭയങ്കര എന്ത് അലമ്പ് കാണിക്കാന്ന് പറയില്ലേ, അങ്ങനത്തെ കുട്ടികളാണ്. എൻ്റെ പ്രൊഫഷനിൽ ഞാൻ കുറച്ച് എക്സ്ട്രാ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവന്യൂസ് തുറന്നു കിട്ടിയത്. എല്ലാവരും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് പോലും ടീച്ചേഴ്സിനെയാണ്. ഹൗസ് ഓഫ് പാഷൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരു സ്വാഗതം പറയാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രചോദനമായ വാക്കുകളിലൂടെ ഒരുപാട് പേരെ ജീവിത വിജയത്തിലേക്ക് എത്തിച്ച നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കറും നമ്മുടെ മഹാരാജാസ് കോളേജിലെ റിട്ടയേർഡ് പ്രിൻസിപ്പളുമായ മെറ്റിൽഡ മാമാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പോൾ വെൽക്കം മാം. വളരെയേറെ സന്തോഷം മാമിനെ നമുക്ക് അതിഥിയായിട്ട് നമ്മുടെ ഇതിൽ നമുക്ക് വന്നതും എല്ലാം വളരെ സന്തോഷം. താങ്ക് യു. ഓക്കെ മാം, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മാമിനോട് ചോദിക്കാനുള്ളത്, മാമിൻ്റെ ലൈഫിൽ വളരെയേറെ പ്രചോദനം ഉൾക്കൊണ്ട ഒരു കോട്ട് പറയാമോ? നമ്മൾ പല കോട്ട്സും പ്രചോദിപ്പിക്കാറുണ്ടല്ലേ, പക്ഷേ എൻ്റെ മനസ്സിലുള്ള ആശങ്കകളും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും എല്ലാം തകർത്തെറിഞ്ഞ ഒരു വാചകമുണ്ട് കേട്ടോ, ഒരു കോട്ടുണ്ട്. അത് എലനോർ റൂസ്വെൽറ്റ് പറഞ്ഞതാണ്. നമ്മുടെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന റൂസ്വെൽറ്റിൻ്റെ വൈഫ്. ഓക്കെ. അപ്പോൾ അതിതാണ്, നോബഡി ക്യാൻ മേക്ക് യു ഫീൽ ഇൻഫീരിയർ വിത്തൗട്ട് യുവർ കൺസെൻറ്റ്. നിൻ്റെ സമ്മതമില്ലാതെ ആർക്കും നിന്നെ ഇൻഫീരിയർ ആക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ അത് വളരെ മീനിങ് ഫുൾ ആണല്ലേ. അതെ അതെ. നമ്മളെപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യും, നമുക്ക് കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമല്ലോ, ഇൻഫീരിയോറിറ്റി ഒക്കെ തോന്നും ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ. പക്ഷേ അവിടെ നമ്മുടെ സമ്മതമില്ലാതെ അത് സംഭവിക്കില്ല. അപ്പോൾ എത്രയോ ആശ്വാസപ്രദമാണ്. അപ്പോൾ ഏത് കാര്യത്തിലും ആ വ്യക്തിയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതെന്നെ ഒരുപാട് പ്രചോദിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാചകമാണ്. അത് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഞാനാണല്ലോ, ഞാൻ എൻ്റെ സമ്മതമില്ലാതെ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാനും പറ്റില്ല. നമ്മൾ തളർന്നാൽ അവിടെ തീർന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ കംപ്ലൈന്റ് ചെയ്യാനുള്ള സ്കോപ്പ് ഇല്ലാതായി. നമ്മൾ ഈ കംപ്ലൈനിങ് നേച്ചർ എന്ന് പറഞ്ഞാൽ വി ആർ പുട്ടിങ് ദ ബ്ലെയിം ഓൺ സംബഡി എൽസ്. ഇവിടെ ഒരു സംബഡി ഇല്ല, യു ആർ റെസ്പോൺസിബിൾ എന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ അത് നമ്മളെ ഒരുപാട് പ്രചോദിപ്പിക്കുന്ന ഒരു വാചകമാണ്. അതുപോലെ തന്നെ മാമിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ, ഇതുവരെയുള്ള ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഒരു സമ്മറി നമുക്കൊന്ന്. ഔദ്യോഗിക ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ഭാഗ്യവതിയാണെന്ന് പറയും. അതായത് എൻ്റെ പ്രൊഫഷനും പാഷനും ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ശ്രീജിത പറഞ്ഞില്ലേ, ഇത് എൻ്റെ പാഷനാണ്, പ്രൊഫഷൻ വേറെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ പ്രൊഫഷനും പാഷനും എല്ലാ കാലത്തും ഒന്ന് തന്നെയായിരുന്നു. ചിലർ ആദ്യം വേറൊരു ഭാഗ്യം തന്നെയാണ്, ശരിക്കും പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. വേറൊരു പ്രൊഫഷന് പോയി, പിന്നെ ഇടയ്ക്ക് വെച്ച് പാഷനിലേക്കൊന്നും അങ്ങനെയൊന്നുമില്ല. വളരെ ഞാൻ പറയും എൻ്റെ ജീവിതം ഒരു സ്ട്രെയിറ്റ് ലൈനാണെന്ന് പറയാം. ചില ജീവിതം ഇടയ്ക്ക് പൊങ്ങി ഇടയ്ക്ക് താഴ്ന്ന അങ്ങനെയല്ല. പ്രൊഫഷനിൽ ഐ വാസ് വെരി ലക്കി. ഞാൻ KKTM ഗവൺമെൻറ് കോളേജ് കൊടുങ്ങല്ലൂരാണ് ആദ്യം അധ്യാപികയായിട്ട് ജോയിൻ ചെയ്യണത്. 1981 ജോയിൻ ചെയ്തത്. അവിടെ ഒരു അധ്യാപികയായിട്ട്, വളരെ ചെറുപ്പക്കാരിയായ അധ്യാപികയായിട്ട് അവർ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്തായിരുന്നു, കേരളത്തിലെ ഏറ്റവും ഒരു നൊട്ടോറിയസ് കോളേജ് എന്ന് പറയാവുന്ന ലെവലിലായിരുന്നു അന്ന് KKTM കോളേജ്. അപ്പോൾ അന്ന് പേപ്പറിൽ എപ്പോഴും വരും കേട്ടോ കോളേജിൻ്റെ പേര്. പ്രീ ഡിഗ്രി ഉണ്ടെന്ന്. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ ഏറ്റവും ലീസ്റ്റ് പെർസെൻറ്റേജ് പാസ് പെർസെൻറ്റേജ് ഉള്ള കോളേജ് KKTM ആയിരുന്നു. അപ്പോൾ ശരിക്കും അവിടെ ജോലി കിട്ടിയപ്പോഴേ ചിലർക്ക് ഒരുപാട് സഹതപിച്ച്, അയ്യോ, അപ്പോൾ എന്നെ കാണുമ്പോൾ ഞാൻ ഭയങ്കര ചെറുപ്പം, വളരെ ലീൻ ഒരു കൊച്ച്, ഇത് എന്ത് ചെയ്യും അവിടെ പോയി. ഇപ്പോഴും മാം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ചിലരെന്നോട് പറഞ്ഞിട്ടാ, ഒരു കാര്യമുണ്ട്, അവിടെ പോയി പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് എവിടെയും പോയി പഠിപ്പിക്കാം. നല്ലൊരു സ്റ്റാർട്ടാണ് എനിക്ക് കിട്ടിയത്. അത് വലിയൊരു ചലഞ്ചായിരുന്നു കേട്ടോ. ആ കുട്ടികളുമായിട്ട് ഉള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴും ഉണ്ട്. അതങ്ങനെയാണ് മാം, ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളത്. ഒരു നമുക്ക് അങ്ങനെയാണല്ലോ, ഈ എന്താ പറയുക, ഇത്തിരി അലമ്പുള്ള പിള്ളേരൊക്കെ നല്ല സ്നേഹം. ഈ കഴിഞ്ഞ മാസം കൂടി അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, നമ്മളൊക്കെ പോയി പങ്കെടുത്തു. അപ്പം അങ്ങനെയുള്ള ഒരു കോളേജിൽ ജോയിൻ ചെയ്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. അതുമാത്രമല്ല, അവസാനം എനിക്ക് അവിടെ പ്രിൻസിപ്പലായിട്ട് വരാനും പറ്റി.
ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് കിട്ടിയ കോളേജിൽ ഏറ്റവും അവസാനം മഹാരാജാസ് കോളേജിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. തൊട്ട് മുമ്പ് KKTM കോളേജിലെ പ്രിൻസിപ്പൽ ആയിട്ട് വരാൻ പറ്റി. അന്ന് എനിക്കൊരു വലിയ ഗുരുദക്ഷിണ കിട്ടി. മഹാരാജാസിലെ കുട്ടികളും KKTM കുട്ടികളും കൂടി എനിക്ക് വലിയൊരു അവിടുന്ന് സെൻഡ് ഓഫ് തന്നു. അതിൻ്റെ പേര് തമ്പുരാക്കന്മാരും രാജാക്കന്മാരും മെറ്റിൽഡ ടീച്ചറിൻ്റെ കൂടെ എന്ന് പറഞ്ഞു ഒരു ദിവസം ഗംഭീര പരിപാടി. ഒരു പ്രോഗ്രാം KKTMൻ്റെ, മറ്റൊരു പ്രോഗ്രാം മഹാരാജാസിൻ്റെ. അങ്ങനെ അവർ ഒരു മാസത്തോളം റിഹേഴ്സലൊക്കെ നടത്തി. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഗുരുദക്ഷിണ, അതൊരു ഒരു പ്രത്യേകതയുള്ള ഗുരുദക്ഷിണയായിരുന്നു. അങ്ങനെ 5 വർഷം അവിടെ കഴിഞ്ഞു. അപ്പം ഞാൻ ഏറ്റവും നന്നായിട്ട് പഠിച്ചത് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അവരിൽ നിന്നൊരു ബെസ്റ്റ് വേർഷൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം. അപ്പം അതേ തുടങ്ങി മോട്ടിവേഷൻ. അവരുടെ അടുത്ത് വേറൊന്നും പറ്റില്ലല്ലോ. അതായത് അവരെ വഴക്ക് പറഞ്ഞോ ശാസിച്ചോ ഒന്നും നടക്കില്ല. അപ്പോൾ അന്നാണ്, അവിടെ വെച്ചാണ് ഞാൻ ശരിക്കും ഈ മോട്ടിവേഷൻ്റെ ഒരു സ്റ്റാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു കേട്ടോ. ക്ലാസ് റൂം മാനേജ്മെൻറ്റും അവിടെയുള്ള പല പരിപാടികളും കുട്ടികളുടെ കൂടെ നിന്ന് അവരിൽ ഒരാളായിട്ട് മാറി, എന്നാൽ അവരെ വേണ്ട വിധത്തിൽ മാനേജ് ചെയ്ത്. ഇംഗ്ലീഷിൽ പറയുന്ന ഒരു കാര്യം, ഒരു മാനേജ്മെൻറ്റ് കോട്ട് ഉണ്ട്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഹൈലി എക്സ്പ്രസ്ഡ് അഫെക്ഷൻ കൺട്രോൾ വിൽ ബി ടോളറേറ്റഡ്. നമുക്ക് കുട്ടികളെ കൺട്രോൾ ചെയ്യാം, പക്ഷേ എന്തുമാത്രം കൺട്രോൾ വേണോ അതനുസരിച്ച് നമുക്ക് എഫെക്ഷൻ ഉണ്ടെങ്കിൽ, എഫെക്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിൽ വെക്കേണ്ട കാര്യമല്ല, എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സമീപനം കുട്ടികളോടുണ്ടായിരുന്നു. അതെനിക്ക് ഞാൻ അധ്യാപനത്തിൻ്റെ ആ ഒരു നമുക്കൊരു ഫീലിംഗ് വരുമല്ലോ, എനിക്ക് പറ്റിയ ഒരു പ്രൊഫഷനാണ്, എൻ്റെ പാഷൻ എൻ്റെ പ്രൊഫഷനായി മാറിയപ്പോൾ അതെനിക്ക് എൻ്റെ വഴി ഇതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ വർഷങ്ങളായിരുന്നു. ഇപ്പോൾ KKTM കോളേജ് ഒരുപാട് മാറി കേട്ടോ. എൻ്റെ ഒരു ചോദ്യം മാം, കാരണം അന്നത്തെ പോലെ തന്നെയാണോ ഇപ്പോഴും? ഞാൻ പ്രിൻസിപ്പലായിട്ടൊക്കെ വന്നപ്പോൾ ഇറ്റ് വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ് കോളേജ്. അത് കഴിഞ്ഞ് അവിടെ 5 വർഷം കോളേജിന് നല്ലൊരു ഇതായി. പക്ഷെ ഞാനെപ്പോഴും പറയും ആദ്യത്തെ എക്സ്പീരിയൻസ് ഒരുപാട് പറയാനുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും നമുക്ക് ഇതിന്റെ ഇടയിൽ പറയാൻ പറ്റില്ല. ഒരു ഇൻസിഡന്റ് ഞാൻ വേണമെങ്കിൽ പറയാം. ഈ ക്ലാസ്സിൽ ഒരു ദിവസം ക്ലാസ്സിലെ അവിടുത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര എന്ത് അലമ്പ് കാണിക്കാന്ന് പറയില്ലേ, അങ്ങനത്തെ കുട്ടികളാണ്. അപ്പോൾ അവർ ഗ്ലാസിൻ്റെ ചില്ല് ജനലുണ്ടായിരുന്നു, അതൊക്കെ അടിച്ച് തകർത്ത് അങ്ങനെ ആകെ പ്രശ്നമായപ്പോൾ ഞങ്ങൾ പൊളിറ്റിക്സ് ഉണ്ട്, പൊളിറ്റിക്സിനെക്കായാലും അവരങ്ങനെയാണ്. അടുത്തൊക്കെ കുറേ പ്രൈവറ്റ് കോളേജ് ഉണ്ട്, അവിടെയൊക്കെ ചേർന്നിട്ടാണ് പിന്നെ ഇവിടെ വരിക. കാണുന്ന പോലെ അത് തന്നെ ശരിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അവിടെ വന്ന് ഈ ജനലൊക്കെ അടിച്ചു പൊട്ടിച്ചു. അപ്പം ഞങ്ങൾ PTA കൂടി ഇതെല്ലാം പുതിയ ചില്ലൊക്കെ ഇടാൻ തീരുമാനിച്ചു. ചില്ലൊക്കെ പുതിയതൊക്കെ ഇട്ടു. പിറ്റേ ദിവസം ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പോൾ ജനലിൻ്റെ ചില്ല് പൊട്ടിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു പെട്ടെന്ന്. ഞാൻ പറഞ്ഞു ആരാണ് ജനൽ പൊട്ടിച്ചെന്ന് ചോദിച്ചു വളരെ ദേഷ്യത്തിൽ. അന്ന് എനിക്ക് ഇത്ര ഇമോഷണൽ മെച്യൂരിറ്റി ഒന്നുമില്ല, ഞാൻ ഫ്രഷായിട്ട് ഏകദേശം അവരുടെ പ്രായമാണ്. അവർ കുറേ പ്രാവശ്യം SSLC എഴുതിയൊക്കെ വന്നവർ കുറേ പേരുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ദേഷ്യപ്പെട്ട് ആരാണ് ജനലിൻ്റെ ചില്ല് പൊട്ടിച്ചത്. അപ്പോൾ ഒരു കുട്ടി കൂളായിട്ട് അനിലനാണ് ടീച്ചർ, വളരെ കൂളായിട്ടിരുന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നും കൂടി ദേഷ്യം വന്നു കേട്ടോ. ആരാണ് അനിലൻ, സ്റ്റാൻഡപ്പ്. അപ്പോൾ കുട്ടികളിങ്ങനെ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ആ കുട്ടി പറയണേ അത് കാറ്റാണെന്ന്. അനിലൻ കാറ്റിന്റെ പര്യായമാണ്. അപ്പോൾ അതിന്റെ മുമ്പിൽ കുറേ ഒഴിഞ്ഞ പാടങ്ങളുണ്ട്, അപ്പൊ അതിൽ നിന്ന് കാറ്റ് വന്ന് പൊട്ടിയതാണെന്ന്. അപ്പൊ ഞാൻ കുട്ടികളുടെ ഒരു ക്രിയേറ്റിവിറ്റിയും, അപ്പൊ ഞാൻ ഈ സംഭവം നമ്മുടെ മനസ്സിലിങ്ങനെ ഇരിക്കുകയല്ലേ അനിലനാണെന്നൊക്കെ പറഞ്ഞത്, ആ കുട്ടികളുടെ ഒരു മറുപടി. പിന്നെ നമ്മളും ചിരിച്ച് നമുക്കും സമാധാനമായി. അപ്പൊ അങ്ങനെയുള്ള ചില ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മഹാരാജാസിലേക്ക് പോയി. 5 വർഷത്തിന് ശേഷം മഹാരാജാസിലെ അധ്യാപികയായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ നഗരമധ്യത്തിലുള്ള വേറൊരു എക്സ്പീരിയൻസാണ്. എന്നാലും സമാന സ്വഭാവങ്ങളൊക്കെ ഉണ്ട്, അവിടെയും ഉണ്ട് ഇങ്ങനെയുള്ള കുറേ കൂട്ടര്. പക്ഷേ സക്സസ്ഫുൾ ആയിരുന്നു കേട്ടോ എല്ലാ സ്ഥലങ്ങളിലും. നമുക്ക് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ക്ലാസ്സിൽ പോവുകയൊക്കെ വളരെ എൻജോയബിൾ ആയിരുന്നു. ഞാൻ മാക്സിമം എൻജോയ് ചെയ്യുകയും ചെയ്തു. പക്ഷെ നമ്മുടെ ഒരു സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീപ്പിൾ ഓറിയൻറ്റേഷനും ടാസ്ക് ഓറിയൻറ്റേഷനും. ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ അവിടെ ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ ഒരു ജോലിയുണ്ട്, അത് നടക്കണം. അതേസമയം ഞാൻ കൈകാര്യം ചെയ്യുന്ന മനുഷ്യർ,
അവരോടുള്ള സമീപനം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടാസ്ക് ഓറിയന്റേഷൻ, പീപ്പിൾ ഓറിയന്റേഷൻ, അപ്പോൾ ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്തിട്ട് നമ്മൾ ഭയങ്കര എൻജോയ്മെന്റ് ആണ്. അതെ അതെ, അതില്ലെങ്കിൽ പിന്നെ അതൊരു കുട്ടികളോട് ചെയ്യുന്നൊരു അതെ അതെ. അപ്പൊ നമ്മളെ എങ്ങനെ ഓരോ ക്ലാസ്സും എങ്ങനെ എൻജോയബിൾ ആക്കാം, പിന്നെ കുട്ടികൾക്ക് ഒരു ഫ്രീഡം, ക്ലാസ് റൂമിൽ സംസാരിക്കാനുള്ള ഫ്രീഡം, എന്തും നമ്മളോട് പറയാം. അപ്പൊ നമ്മളും തമാശകൾ പറയുക, വളരെ വളരെ ഇന്നസെന്റ് ആയിട്ട്. നേരത്തെ പറഞ്ഞൊരു കുട്ടി കമന്റ് പറഞ്ഞ പോലെ തന്നെയായിരുന്നു കുട്ടികളുടെ. റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഉണ്ടായിരുന്നു മാം. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ സ്ട്രിക്റ്റ് ആവണോ അതോ കൂളായിരിക്കണോ അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. അതെ, മനസ്സിലായി എനിക്ക്. എഫെക്ഷൻ വേണം. എഫെക്ഷൻ എത്രത്തോളം ഉണ്ട് അത്രത്തോളം നമുക്ക് കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എഫെക്ഷൻ ഇല്ലാതെ കൺട്രോൾ മാത്രമാകുമ്പോഴാണ് കുട്ടികൾ റിബല്യസ് ആകുന്നത്. ഒരുപക്ഷെ കസേര കത്തിക്കുന്നതിൻ്റെയൊക്കെ പിന്നിൽ എന്താണെന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ എന്താ ഈ എപ്പോഴും കുട്ടികളുടെ അതെപ്പോഴും ഏത് ടീച്ചർ ഓർക്കേണ്ടതാണ്. കൺട്രോൾ ചെയ്യണം, കുട്ടികളെ കറക്റ്റ് ചെയ്യണം. പക്ഷേ ആ ഒരു എക്സ്പ്രസ്ഡ് എഫെക്ഷൻ, കുട്ടികളോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വി ഹാവ് ടു എക്സ്പ്രസ് ഇറ്റ്. അപ്പം അതിന് വേറെയും കുറേ ടെക്നിക്കുകളൊക്കെ ഉണ്ട്, അതിലേക്കൊന്നും കിടക്കാൻ നമുക്ക് നേരമില്ലല്ലോ. അത് കഴിഞ്ഞ് മഹാരാജാസിൽ വന്നു, 5 വർഷം അവിടെയായിരുന്നു. അപ്പോൾ കുറേയും കൂടി അക്കാദമിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ച വർഷങ്ങളായിരുന്നു. മറ്റവിടുത്തെ പ്രീ ഡിഗ്രി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഡിഗ്രി ഇവിടെ വന്നപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ക്ലാസ്സിലും ഞാൻ അങ്ങനെ അക്കാദമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് സ്വയം പറയാൻ പറ്റില്ല, വേറെ ആരും പറയുമെന്ന് തോന്നണില്ല. പക്ഷേ ക്ലാസ് റൂമിൽ നമ്മൾ മികച്ചു നിൽക്കും. കാരണം പഠിപ്പിക്കാനുള്ളതൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത്, നമുക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് തീർത്ത് ക്ലാസ് റൂമിൽ ചെല്ലുമ്പോൾ ഒരു അക്കാദമിക് ബ്രില്യൻസിനപ്പുറം കുട്ടികൾക്ക് മനസ്സിലാകുമോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ കൺസേൺ. ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാകണം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണെന്നോ, ഈ ടീച്ചറാകുമ്പോൾ നമുക്ക് മാൻഡേറ്ററി ആയിട്ട് ക്ലാസ്സിൽ പോകണം, പോർഷൻ തീർക്കണം, കംഫർട്ട് സോണാണത്. പോയി പഠിപ്പിക്കുക, തിരിച്ചു വരിക. ഞാൻ പറയും ഏറ്റവും കൂടുതൽ കംഫർട്ട് സോണുള്ള പ്രൊഫഷനാണ് ടീച്ചിങ്. ഈ കംഫർട്ട് സോണിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ഓർഡിനറി ടീച്ചറാണ്. ഞാൻ പോയി പഠിപ്പിച്ചു, തിരിച്ചു പോന്നു. ആ കംഫർട്ട് സോണിന് വെളിയിലേക്ക് ഇറങ്ങണം. വെളിയിലേക്ക് ഇറങ്ങി ഇഫ് യു ആർ ഡൂയിങ് സംതിങ് എക്സ്ട്രാ, അതാണ് നമ്മളെ പവർഫുൾ ആക്കുന്നത്. ഒരുപക്ഷെ എനിക്കിപ്പോൾ ചാനൽ നടത്താൻ പറ്റിയതും നിങ്ങൾ എന്നെ വിളിക്കുന്നതും ഞാൻ മാത്തമാറ്റിക്സ് ടീച്ചർ ആയതുകൊണ്ടല്ല. ഐ ഡിഡ് സംതിങ് എക്സ്ട്രാ. എൻ്റെ പ്രൊഫഷനിൽ ഞാൻ കുറച്ച് എക്സ്ട്രാ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവന്യൂസ് തുറന്നു കിട്ടിയത്. അപ്പോൾ എനിക്ക് ടീച്ചേഴ്സിനോട് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ കലാലയങ്ങളിലോ എവിടെയായിരിക്കുമ്പോഴും ആ എക്സ്ട്രാ ചെയ്യാൻ ഒരുപാട് എക്സ്ട്രാ പണികളുണ്ട് കലാലയങ്ങളിൽ. അപ്പോൾ കുറേ പേര് കംഫർട്ട് സോണിലിരിക്കും. ഒരു 20% അതൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ റെഡിയാവുക. ബാക്കി എല്ലാവരും ഞങ്ങൾ പഠിപ്പിക്കാൻ പഠിപ്പിക്കുക, വീട്ടിൽ പോവുക, വരിക, കുട്ടികളുടെ കാര്യം നോക്കുക. നമ്മൾ ഈ കല്യാണം കഴിക്കുമ്പോൾ എല്ലാവരും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് പോലും ടീച്ചേഴ്സിനെയാണ്. അതിതല്ല കാരണം, അവർക്ക് ഒരുപാട് അവധി കിട്ടും, കംഫർട്ട് സോൺ ഒരുപാടുള്ളതാണ്. അപ്പോൾ വീട്ടിലെ കാര്യവും കുട്ടികളുടെ കാര്യവും എല്ലാം നടന്നോളും. പക്ഷേ ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 24 hours അല്ലേ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. എപ്പോഴും നമ്മൾ ആ ഒരു എക്സ്ട്രാ എനിക്ക് നൽകിയ ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ ഞാൻ NSS പ്രോഗ്രാം ഓഫീസറൊക്കെ ആയിരുന്നു മഹാരാജാസ് കോളേജിൽ. അപ്പോൾ അന്ന് 120 കുട്ടികളെയും കൊണ്ട് ക്യാമ്പിൽ പോയി 10 ദിവസം ക്യാമ്പ് നടത്തണ്ടേ. അവരുടെ ഭക്ഷണം, അവരെ മാനേജ് ചെയ്യുക. എല്ലാ കൊലകൊമ്പന്മാരാണ് ഇങ്ങോട്ട് വരുന്നത് ക്യാമ്പിനൊക്കെ. പക്ഷെ എന്ത് രസമായിരുന്നെന്നാ, ഈ 4 ക്യാമ്പ് ഞാൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും ആ ക്യാമ്പിലുള്ള ആ കുട്ടികളുമായിട്ട് നമുക്ക് ചെറിയ ഗാനമുള്ള ട്രൂപ്പൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി പാട്ടെല്ലാം പാടും. ആ ഒരു ഗായികയും കൂടിയാണ്. അപ്പോൾ ആ പാട്ട് പാടും. അപ്പോൾ ഈ അങ്ങനെയുള്ള എക്സ്ട്രാ ഒക്കെ ചെയ്ത് ഉള്ള ഒരാളായതുകൊണ്ട് ഇവിടെ വന്നപ്പോഴും ആര് ഒരു എക്സ്ട്രാ പറയുമ്പോഴും ഞാനതങ്ങ് ഏറ്റെടുക്കും. അങ്ങനെ ഒരു നേച്ചർ എനിക്കുണ്ട്. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാനത് ചെയ്യും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതാണ് ഒരു കനേഡിയൻ പ്രോജക്റ്റാണ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റാണ്. അപ്പോൾ അതിൽ നമ്മുടെ മനുഷ്യരുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, നമ്മുടെ സ്കിൽസൊക്കെ ഇല്ലേ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ടീം ബിൽഡിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ആദ്യം ഇതൊക്കെ ഏറ്റെടുക്കുമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണല്ലോ. ശനി ഞായറും എല്ലാവരും അത് അവധി ദിവസം വരേണ്ടതായിട്ട് വരും.
പലപ്പോഴും ആളുകൾക്ക് അതൊരു വല്ലാത്ത ബ്ലോക്കാണ്. ഒരു എക്സ്ട്രാ ജോലി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് കൊടുത്താലേ കിട്ടൂ, ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ. പക്ഷെ കൊടുക്കാൻ ആരും തയ്യാറാവില്ല. മടിയന്മാർക്കുള്ളതല്ല ഈ ലോകം എന്നുള്ള ഒരു സംഭവം നമ്മൾ പഠിപ്പിക്കുക, അവർ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടാവും, അവർ ചിലപ്പോൾ നമ്മളെ കയ്യിലും നല്ല അധ്യാപനമൊക്കെ നടത്തുന്നുണ്ടാവും. പക്ഷേ ഈ എക്സ്ട്രാ, അപ്പം സാറ് ചോദിച്ചപ്പോൾ ഞാൻ ഏറ്റെടുത്തു. അത് ജീവിതത്തിലെ ഒരു ബ്രേക്കായി മാറിയിട്ടോ. ഞാൻ പോലും വിചാരിച്ചില്ല അതിന് ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഈ പ്രോജക്റ്റിൽ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ട്രെയിനിങ് പ്രചോദനം KKTM വെച്ച് തുടങ്ങിയല്ലോ. പിന്നെ കുട്ടികളെയൊക്കെ ഇങ്ങനെ പ്രചോദിപ്പിച്ച് അങ്ങനെ ഒരു ശീലം ഉള്ളത് കൊണ്ട് അതുമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്, കയ്യിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ പോയപ്പോൾ കൂടുതൽ നമുക്ക് എക്സ്പോഷർ കിട്ടി. പല ട്രെയിനിങ് സെഷൻസിൽ നമ്മൾ അറ്റൻഡ് ചെയ്തു. പിന്നെ ഇതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, അത് ഈ സമ്മാനങ്ങൾ എപ്പോഴും നല്ല ഭംഗിയുള്ള പൊതികളിലല്ല പൊതിഞ്ഞു വരുന്നതെന്ന് കേട്ടിട്ടില്ലേ? നല്ല നല്ല സമ്മാനങ്ങൾ നമ്മൾ പൊതി കണ്ടിട്ട് വേണ്ടാന്ന് നോക്കും, അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാതെ. അതുപോലെയായിരുന്നു ഈ പ്രോജക്റ്റിൻ്റെ ബുദ്ധിമുട്ടാണല്ലോ ആളുകൾ നോക്കിയത്. അത് കഴിഞ്ഞാണ് മനസ്സിലായത് കാനഡയിൽ വെച്ചൊരു ട്രെയിനിങ് ഉണ്ട്, 1 മാസം. അത് അന്ന് 95-ലാണ്. അന്ന് നമ്മളൊന്നും അങ്ങനെ വിദേശത്തൊന്നും പോകാറില്ല ആരും. അപ്പം നമുക്കൊരു 1 month ട്രെയിനേഴ്സ് ട്രെയിനിങ് ഇൻ കാനഡ. അതൊരു വലിയ അവസരമായിരുന്നു. ഞാനിത് ഏറ്റെടുത്തുകൊണ്ടാണ് എനിക്കതിന് പോകാൻ പറ്റിയത്. ഞാനൊരു നോ പറഞ്ഞിരുന്നെങ്കിൽ അത് വേറെ ആരെങ്കിലും ചെയ്തേനെ. അതുമല്ല, എനിക്കത് തരേണ്ട ഒരു കാര്യമില്ല. ഞാനൊരു ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നതാണ്. മറ്റേത് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഈ മാത്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോണത്. ശരിക്കും ലീൻ നമുക്ക് കൊളീജിയറ്റ് എഡ്യൂക്കേഷനിലാണ്. അപ്പോൾ സാധാരണഗതിയിൽ അവർ എടുക്കണമെന്നില്ല നമ്മളെ. പക്ഷെ അന്നുണ്ടായിരുന്ന പ്രിൻസിപ്പൽ മാധവൻ സാറാണ്. സാറിങ്ങനെ ആളുകളെ പഠിക്കുകയും ആരെന്ത് ഏൽപ്പിച്ചതിലാണ് ഏറ്റവും മികച്ചതായിട്ട് ചെയ്യുക എന്നുള്ള ഒരു ഉൾക്കാഴ്ചയുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കങ്ങനെ ഒരു അവസരം കിട്ടിയത്. അപ്പോൾ ഞാനത് ഏറ്റെടുത്തു. അതുകൊണ്ട് കാനഡയിൽ പോയി 1 മാസം ട്രെയിനിങ് ഒക്കെ നടത്തി. അപ്പോൾ ട്രെയിൻ ദ ട്രെയിനേഴ്സ് പ്രോഗ്രാം, സത്യം പറഞ്ഞാൽ ഈ ചാനൽ നടത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. അന്ന് കിട്ടിയ കുറേ സ്റ്റഫ് ഉണ്ട്, എങ്ങനെയാണ് ഒരു ട്രെയിനിങ് നടത്തേണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് നമ്മൾ മാത്സ് പഠിപ്പിക്കാൻ അവർ വേറൊരാളെ വെച്ചിട്ട് നമ്മളൊരു ഫുള്ളി ട്രെയിനറാക്കി. കനേഡിയൻ കൗണ്ടർ പാർട്സിൻ്റെ കൂടെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും, പൂന, ചെന്നൈ, അങ്ങനെ പലയിടങ്ങളിൽ പോയി ട്രെയിനിങ് നടത്തലായിരുന്നു മെയിൻ. എൻ്റെ ഒരു പാഷനാണല്ലോ ട്രെയിനിങ്, ടീച്ചിങ് ഒക്കെ പാഷനാണ്. അപ്പോൾ പാഷൻ്റെ അടുത്ത തലത്തിലേക്ക് പോകാൻ പറ്റി. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പൊക്കെ വളരെ വലുതായി. കോളേജിൽ പോയി പഠിപ്പിക്കലല്ലോ, പുറത്തേക്ക് പോകുന്നു, വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്നു. അങ്ങനെ ഒരുപാട് എക്സ്പോഷർ കിട്ടി. അത് കഴിഞ്ഞ് പ്രോജക്റ്റൊക്കെ കഴിഞ്ഞു. ഞാൻ വലപ്പാട് പോളിടെക്നിക്കിൽ നിന്ന് തിരിച്ച് മഹാരാജാസിലേക്ക് വന്നു. പിന്നെ ഏകദേശം മഹാരാജാസിൽ തന്നെയായിരുന്നു. മഹാരാജാസിൽ ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് എന്നെ മഹാരാജാസിലെ പ്രിൻസിപ്പലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ഒരു നിയോഗം ഉണ്ടായിരുന്നു എന്ന്. കാരണം എന്താണെന്നോ, ഞാൻ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് HOD ആയി, പിന്നെ വൈസ് പ്രിൻസിപ്പലായി മഹാരാജാസിൽ പഠിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും റോളുകളിലൂടെ ഇങ്ങനെ കടന്നു പോയപ്പോഴേ മഹാരാജാസ് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ ഒരു പല റോളിലും കടന്ന് ഞാൻ പ്രിൻസിപ്പലായി കഴിഞ്ഞപ്പോൾ അതൊരൊടുക്കത്തെ ആത്മവിശ്വാസമായിരുന്നു. അതൊരു വലിയ പ്രിവിലേജ് ആയിരുന്നു. എനിക്ക് തോന്നണില്ല അത്രയും റോളിലൂടെ കടന്നുപോയി ആരെങ്കിലും പ്രിൻസിപ്പലായിട്ടുണ്ടാകുമെന്ന്. പിന്നെ എനിക്ക് തോന്നുന്നത് എനിക്ക് ലോ ഡിഗ്രി ഉണ്ട്. അതെനിക്ക് വലിയ അഡ്വാൻറ്റേജ് ആയിട്ടാണ്. വലിയ ലോ ഒന്നും അറിയില്ല, ലോ ഡിഗ്രി ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ടീച്ചറിന് ലോ അറിയാം, നിയമങ്ങൾ അറിയാം, അങ്ങനെ കളിക്കാൻ പറ്റില്ല. അതിലേറ്റവും രസമുള്ളൊരു കാര്യമുണ്ടല്ലോ, ഞാനിങ്ങനെ കുട്ടികളുമായിട്ട് സംസാരിക്കും, വളരെ എപ്പോഴും കറങ്ങി നടക്കുകയും കുട്ടികളോട് അവരോട് അടുത്ത് ചെന്ന് സംസാരിക്കുകയും ഭക്ഷണം കഴിച്ചു. കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് അതൊക്കെ. നമ്മൾ ചെന്ന് പിന്നെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നല്ലോ ഞാനും. നമുക്ക് എന്തായാലും ടീച്ചേഴ്സിന് നമ്മൾ എന്നും ഓർത്ത് വെക്കും എന്നുള്ളതാണ്. അപ്പോൾ കറങ്ങി നടന്ന് അവരോടൊക്കെ വർത്തമാനം പറഞ്ഞ്, അപ്പോൾ ഇങ്ങനെ ഒരു കാഷ്വൽ ടോക്കിൽ അവരെന്നോട് പറയുകയാണേ, ടീച്ചറെ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പ്രിൻസിപ്പലായിട്ട് ചാർജ് എടുക്കുമല്ലോ, ഈ പ്രിൻസിപ്പലായി വരുന്നവരെ കുറിച്ചൊക്കെ ആളുകൾ മുഴുവൻ ഗവേഷണം നടത്തും. അയാൾ എങ്ങനെയുള്ള ആളാണ്, പണ്ട് എങ്ങനെയായിരുന്നു, ആ ഹിസ്റ്ററി മൊത്തം പഠിക്കോട്ടെ. എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. അപ്പം ഞാനാണെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനിങ് എല്ലാം ഉള്ളത് കൊണ്ടും ഞാൻ അതിലേക്ക് വിശ്വസിക്കുന്ന ആളും പ്രാക്ടീസ് ചെയ്യുന്ന ആളും ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും
നമ്മൾ വേണ്ട സ്ഥലങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ഒരു പ്രോബ്ലം ആവില്ല. നമുക്ക് പറയാനുള്ളത് ഇമോഷണൽ ആകാതെ പറയാൻ ഉള്ള ഒരു സ്കില്ലുണ്ട്. ഇപ്പോഴും ഞാൻ ട്രെയിനിങ്ങിന് ചെല്ലുമ്പോൾ ആളുകളോട് പറയാറുണ്ട്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ, ഞാൻ ഒരിക്കലും പ്രകോപിതയാവില്ല. ചിലപ്പോൾ ആളുകൾക്ക് സംസാരിക്കുമ്പോൾ അയാൾ എന്ത് കരുതും, ചൂടാകുമോ, അങ്ങനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇമോഷണലി കണക്റ്റഡ് ആവാറുണ്ടോ കുട്ടികളായിട്ട്? അവസാനം ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ക്ലാസ്സിൽ നിന്ന് ഗെറ്റ് ഔട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ. ഗെറ്റ് ഔട്ട് ഓഫ് ഞാൻ അപ്പോൾ കുട്ടികൾ എന്നെ പാഠം പഠിപ്പിച്ചു. ഈ KKTM കോളേജിലുണ്ടല്ലോ, ആദ്യം ചെന്ന് കഴിഞ്ഞ് അപ്പം ഞാൻ നോക്കുമ്പോൾ എന്നെക്കാളും പ്രായമുള്ള കുട്ടികളാണ് ഭൂരിഭാഗം പേരും. ഞാനാണെങ്കിൽ എന്നെ കണ്ടാലും ഒട്ടും പ്രായം തോന്നില്ല. അപ്പം ഞാനിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവർ കൂളായിട്ട് വർത്താനമൊക്കെ പറയാം കേട്ടോ, അവിടെ ഇവിടെ ഇരുന്ന്. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ എന്നെ കാണുമ്പോൾ ഷീസ് ഒരു വേഗം ഈസി ആയിട്ട് കൈകാര്യം ചെയ്യണ ഒരാളാണെന്ന് വിചാരിച്ചാണ്. എന്നിട്ട് ഇവരിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും അവർ വർത്തമാനം തുടർന്നു കേട്ടോ. പിന്നെ കുറച്ചും കൂടി ശബ്ദം ഉയർത്തിയപ്പോൾ കുറേ പേര് സംസാരം നിർത്തി, 2 പേര് മാത്രം പിന്നെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് നല്ല ദേഷ്യം വന്നു. ഗെറ്റ് ഔട്ട് ഓഫ് മൈ ക്ലാസ് എന്ന് പറഞ്ഞു. അവർ പോയില്ല. പിന്നെ ഞാനെന്ത് ചെയ്യും, ഞാൻ പോയി. അതൊക്കെയാണല്ലോ അതൊക്കെയാണ് നമ്മുടെ ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലാത്ത അവസ്ഥ. ഒരിക്കലും ഞാനങ്ങനെ പറയരുതായിരുന്നു. എന്നിട്ട് ഞാൻ പോയി. ഇനി ഞാൻ അകത്ത് വരണമെങ്കിൽ എന്തെല്ലാം കഴിയണം അല്ലേ, അവർ വരണം, നമ്മളോട് മാപ്പ് ചോദിക്കണം. 4-5 ദിവസമായിട്ടൊരു അനക്കവും ഇല്ല. ഞാൻ നോക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് മാവിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞ്. ആ ഒരു പ്രായത്തിൽ മാമിനത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. ജോയിൻ ചെയ്തല്ലേ, നമ്മളൊരു വിലയില്ല അങ്ങനെ പലതും. പിന്നെ അല്ലേ എലനോറിന്റെ ഒക്കെ വാചകങ്ങൾ നമ്മൾ പഠിച്ചത്. അത് വളരെ നന്നായി. അത് കഴിഞ്ഞ് 4-5 ദിവസമായിട്ട് ഇവർക്ക് അനക്കമൊന്നുമില്ല കേട്ടോ, ആരും വരണില്ല. ദേ ആർ ജസ്റ്റ് എൻജോയിങ്. കാരണം മാത്സ് പഠിക്കുകയെന്ന് ഇവരുടെ അജണ്ടയിലേ ഇല്ല പലരുടെയും. അവർ വന്നിരിക്കണം, വരിക, പോവുക. അപ്പം 4-5 ദിവസമായിട്ട് ആരും വരുന്നില്ല. അവർ വരാതെ ഞാനങ്ങനെ ചെല്ലും. അങ്ങനെയൊക്കെയാണ് അന്നത്തെ നമ്മുടെ വേ ഓഫ് തിങ്കിങ്. അപ്പോൾ ഞാൻ അവസാനം ഈ 2 കുട്ടികളെ അടുത്ത് ഇങ്ങോട്ട് വിളിച്ചു. സ്റ്റാഫ് റൂമിൽ വന്നു. അവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവരെ പിന്നെ വഴക്കൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ ക്ലാസ്സിലിരുന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞു. മാത്സ് പഠിപ്പിക്കുമ്പോൾ ഒരു ഡിസ്ട്രാക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂഷനുള്ളൊരു സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ വരരുത്. അന്ന് ഈ അറ്റൻഡൻസ് ഒന്നും അത്ര സ്ട്രിക്റ്റ് അല്ല അന്നത്തെ കാലത്ത്. ഞാൻ അറ്റൻഡൻസ് ഒക്കെ തന്നേക്കാം, ആദ്യം ഒന്ന് വന്ന് അറ്റൻഡൻസ് തന്നിട്ട് പോയിക്കോളൂ, അല്ലെങ്കിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ എന്നോട് സഹകരിക്കണം. പക്ഷേ അതോടുകൂടി ആ പ്രോബ്ലം തീർന്നു കേട്ടോ. അത് അവസാനിച്ചു. അവർ ക്ലാസ്സിൽ വന്നു, സുഗമമായിട്ട് ക്ലാസ് തുടങ്ങി. അപ്പോഴാണ് നമ്മൾ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, നമ്മളിങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ മറ്റേയാളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടൊന്നും കിട്ടൂല. നിങ്ങൾ വിളിച്ചു വരുത്തി ചിലരങ്ങോട്ട് വഴക്ക് പറയുമല്ലോ, നിങ്ങൾ എന്ത് ഭാവിച്ചിട്ടാണ് ഇതൊക്കെ അപ്പോൾ കാണിച്ചു തരാം. അവരുടെ ഉള്ളിൽ റിബല്യസ് ആകുമല്ലോ അവർ. അപ്പോൾ അന്ന് ഞാനൊരു തിയറി പഠിച്ചത്, നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അവരെ കുറ്റപ്പെടുത്താതെ നമ്മുടെ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞിട്ട് അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇരുത്തി സംസാരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കുട്ടികളെ നിർത്തി സംസാരിക്കാറില്ല. പക്ഷെ പലപ്പോഴും കണ്ടിട്ടുണ്ട് കുട്ടികൾക്ക് വളരെ അസ്വസ്ഥരാണ് ഇരിക്കുമ്പോൾ. കാരണം അങ്ങനെ ഇരുത്തി ശീലമില്ല ടീച്ചേഴ്സിനെ. കുട്ടികളുടെ എപ്പോഴും വന്ന് ഇങ്ങനെ നിന്നാണ്. അവരെ ഇരുത്തുമ്പോൾ തന്നെ എന്ത് വ്യത്യാസം വരുമെന്നാ, ദേ ഫീൽ റെസ്പെക്റ്റഡ്. റെസ്പെക്റ്റ് കൊടുത്താലേ കിട്ടൂ. അതാണ് നമ്മൾ കേട്ടിട്ടുണ്ട് മാമി, ചെറിയ കുട്ടികൾക്ക് വരെ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം അവർക്ക്. ഗിവ് റെസ്പെക്ട്. അപ്പൊ എൻ്റെ മോളില് എപ്പോഴും പറയാറുണ്ട്, പാരന്റിങ്ങിലൊക്കെ അവള് കുഞ്ഞിനെ വളർത്തുന്നത് അങ്ങനെ കുറെ മാനേജ്മെന്റ് ടെക്നിക്സ് ഒക്കെ പ്രയോഗിക്കാറുണ്ട്. അപ്പൊ അവളുടെ തീരുമാനങ്ങൾക്ക് വാല്യൂ കൊടുക്കുക. കുട്ടി നോ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, അങ്ങനെയല്ല, നോ വേണ്ടേ നിനക്ക്, ഓക്കെ. പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കുമ്പോൾ ഇത് ഇന്നത് കൊണ്ടാണ് മോളെ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവരുടെ ആ തീരുമാനത്തിന് നമ്മൾ വാല്യൂ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റുഡൻസിൻ്റെ അതുപോലെ തന്നെ അല്ലേ, അവരെ വഴക്ക് പറഞ്ഞോ ശിക്ഷിച്ചോ നന്നാക്കുക. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പോഴും നമ്മൾ പേപ്പറിലൊക്കെ വായിക്കൂലേ, കുട്ടികളെ ഭയങ്കരമായിട്ട് ശിക്ഷിച്ചു. കുറച്ച് അത്
മാമിന് ലോ അറിയാണ്ട് ചോദിക്കുന്ന, നമുക്ക് അങ്ങനെ കുട്ടികളെ അടിക്കുക എന്നുള്ള പാടില്ല. രീതിയൊക്കെ അതിപ്പോ അങ്ങനെ ലീഗലി legally പ്രോഹിബിറ്റഡ് ആണെങ്കിലും ആ ഇമോഷണൽ കൺട്രോൾ കിട്ടാത്ത കുറെ പേര് ഇപ്പോഴും ഉണ്ട്. എന്തെങ്കിലും ചെയ്തു പോയിട്ട് പിന്നെ അവർ ജയിലിൽ പോവുക. മാം അവർക്ക് വേണ്ടിയിട്ടൊരു മോട്ടിവേഷൻ ഫസ്റ്റ് നമുക്ക് കൊടുക്കാം കേട്ടോ. അതിന്റെ ആവശ്യമില്ല ശരിക്കും. ഒന്നോ രണ്ടോ കുട്ടികളെ നമ്മൾ എത്ര ചെയ്താലും നന്നാകാത്ത ഉണ്ടാവും. അതുണ്ടാവും. അത് മനുഷ്യർ അങ്ങനെയാണ്. അതെ അതെ ശരിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലെറ്റ് ഗോ. ചില ആളുകൾ അങ്ങനെയാണ്. അത് വേറെ. അവർക്ക് വേണ്ടി നമ്മൾ എല്ലാവരോടും റൂഡായിട്ട് പെരുമാറേണ്ട കാര്യമില്ല. ഇല്ല. ഒരു ചെറിയ ശതമാനം ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അത് അവരങ്ങനെ ബോൺ എന്നൊക്കെ പറയണ പോലെ ജനിക്കുമ്പോഴേ ഉള്ള ചില വാസനകൾ കൊണ്ടോ അവരെ ശരിക്കും കറക്റ്റ് ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ടോ അങ്ങനെ ആയിപ്പോയവരാണ്. അവരെ നമ്മൾ ക്ഷമാപൂർവ്വം അവർക്ക് പോലും മാറ്റം വരും. നമ്മൾ സ്നേഹം ഒരു ആ ഒരു ഇൻറ്റിമസി വന്നു കഴിയുമ്പോൾ അത് ആളുകളിൽ മാറ്റം വരുത്തുന്ന ഒന്നാണ്. അവരെ നമ്മൾ അവർക്ക് വില കൊടുക്കുന്നു. മിക്കവാറും അവർക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ അവരുടെ ഈ സ്വഭാവം കൊണ്ട് പല സ്ഥലത്തും അവർ അവഗണിക്കപ്പെടും. അതെ. അപ്പോൾ ഒരു സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പയ്യൻ ഒന്നും പഠിക്കില്ല കേട്ടോ ക്ലാസ്സിൽ, വെറുതെ ഇങ്ങനെ ഇരിക്കും ഡിസ്ട്രാക്റ്റഡ് ആയിട്ട്. അപ്പോൾ സാറ് ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഈ ക്ലാസ്സിൽ നന്നായിട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈ പയ്യൻ ഞാൻ പാടാറുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു പാട്ട് മനോഹരമായിട്ട് പാടി. പക്ഷേ ആ ദിവസത്തിന് ശേഷം ഈ പയ്യന് ഭയങ്കര വ്യത്യാസമാണ്. ആ സാറിന്റെ ആ ഒരു വില കിട്ടി. അതൊക്കെ എല്ലാ മനുഷ്യരുടെ ഉള്ളിലുള്ളതല്ലേ. അത് അധ്യാപകർക്ക് കൊടുത്താൽ എന്താ നഷ്ടമൊന്നുമില്ലല്ലോ. സത്യം. ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാരന്റിങ്ങിലായാലും ടീച്ചിങ്ങിലായാലും നമുക്ക് കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ രണ്ട് ചീത്ത പറഞ്ഞ് ഒതുക്കുക എന്നുള്ളതാണ്. മറ്റേതിന് പണിയെടുക്കണം. നമ്മൾ പണിയെടുത്ത് അവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. മനസ്സിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പ്രിൻസിപ്പലായിരുന്നപ്പോൾ എൻ്റെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ കോളേജാണ് എൻ്റെ ചിന്തയിൽ ആദ്യം വരുന്നത് കേട്ടോ. എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നത്. അന്ന് വേറൊന്നുമില്ല, ഞാൻ രാവിലെ എഴുന്നേറ്റ് തന്നെ കോളേജ്. അപ്പം ഞാൻ അവിടുത്തെ അന്ന് സപ്പോർട്ട് സ്റ്റാഫ് ഉണ്ട് ശശി, കോളേജിൻ്റെ ഓൾ ഇൻ ഓളാണ് കേട്ടോ. ഈ സപ്പോർട്ട് സ്റ്റാഫ് എന്ന് പറഞ്ഞൊക്കെ അവരുടെയൊക്കെ കഴിവ് അപാരമാണ്. ഇത് കണ്ട് നമ്മളത് അനുഭവിക്കാൻ തയ്യാറായാൽ മതി. അവരെന്ത് ചെയ്യാനാണെന്നും പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് കാര്യമില്ല. ആദ്യം വിളിക്കേണ്ടത് ഞാൻ ശശിയാണ്, എൻ്റെ സപ്പോർട്ട് സ്റ്റാഫാണ്. ഞാൻ ചോദിക്കും അവിടെ വെള്ളമുണ്ടോ? അപ്പോൾ വെള്ളത്തിന് എപ്പോഴും പ്രോബ്ലം ഉണ്ട്. അയ്യോ മാഡം ഇന്ന് വെള്ളം അടിക്കാൻ പറ്റിയില്ല, മോട്ടറിന് എന്തോ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു മോട്ടർ വേഗം ആരെങ്കിലും വിളിച്ച് ശരിയാക്കിക്കോ. അപ്പോൾ പൈസ ഞാൻ തന്നിരിക്കും. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു ട്രസ്റ്റാണ്. അപ്പോൾ ശശി വിളിച്ച് ഇതൊക്കെ ശരിയാക്കി. അപ്പോൾ എനിക്കറിയാം ഒരു സ്ഥാപനത്തിൽ ആളുകൾ ഹാപ്പി ആകണമെങ്കിൽ അവരുടെ ബേസിക് നീഡ്സ് നടക്കണം. അപ്പോൾ ഞാൻ ഈ 2 സ്ഥലങ്ങളിലും ചാർജ് എടുക്കുമ്പോൾ കുട്ടികൾ സമരം എന്തിനാ? വെള്ളമില്ല, കറണ്ടില്ല. ഈ വെള്ളമില്ല എന്നുള്ള KKTM ചെന്നപ്പോൾ അവിടെ വെള്ളമില്ല, മോട്ടർ കേടാണെന്ന്. കുറേ നാളായി കേടായി കിടക്കുകയാണ്. അത് നോക്കാനൊന്നും ആരുമില്ല. എന്തുകൊണ്ട് നോക്കുന്നില്ല? അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിന് ഫണ്ടുണ്ട്. UGCയുടെ ഈ റിപ്പയർ ചെയ്യാനുള്ളൊരു ഫണ്ടൊക്കെ അവിടെ വന്ന് കിടപ്പുണ്ട്. ആരും എടുക്കുന്നില്ല. കാരണം ഒന്നാമത്തെ അധ്യാപകർക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അത് വേറൊരു പ്രശ്നമാണ്. ഈ മറ്റു പ്രൊഫഷൻ പോലെയല്ല, അധ്യാപകർക്ക് പ്രത്യേകിച്ചും. ഈ അധ്യാപനത്തിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നാൾ പഠിപ്പിച്ചു നടന്ന ആൾ ഒരു റിസ്ക്കും ഇല്ലല്ലോ. പഠിപ്പിക്കലിലോ ഒരു റിസ്ക്കും ഇല്ല. ഇന്ന് പഠിപ്പിച്ചത് തെറ്റിപ്പോയാൽ നാളെ ചെന്ന് മായിച്ചിട്ട് ഇന്നലത്തെ മുഴുവൻ വെട്ടിക്കളഞ്ഞോളൂ, നമുക്ക് രണ്ടാമത് തുടങ്ങാമെന്ന് പറയാം.